പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമുക്കേവർക്കും ആരോഗ്യവും അവസരവും ദൈവകൃപയും നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട് ഈ വിശുദ്ധ ദിനം ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 9 നാം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് ചേർന്നുകൊള്ളുവീൻ. റോമാലേഖനം 12-ാം അധ്യായം പല പല കാരണങ്ങളാൽ നമുക്കേവർക്കും പ്രിയപ്പെട്ടതും ധാരാളം അവസരങ്ങളിൽ വചന ശുശ്രൂഷയിൽ കൂടെ ശ്രവിച്ചിട്ടുള്ളതും ആകുന്നു. ഏകദേശം 21 വാക്യങ്ങളടങ്ങിയ ഈ ഒരു കൊച്ചു അധ്യായം ധാരാളം ഉപദേശങ്ങളാൽ സമ്പുഷ്ടമാണ്. ഓരോ വാക്യത്തിലും അതിൻ്റെതായ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ആപ്തവാക്യങ്ങളാൽ സമ്പുഷ്ടമാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 9-ാം വാക്യത്തിൽ പറയുകയാണ്: സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ. ഇന്ന് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലുള്ള ഒരു ജീവിത സംസ്കാരത്തിൽ കൂടെ നിർഭാഗ്യവശാൽ നാം കടന്നു പോവുകയാണ്. അത് ഭൗതിക മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, കുടുംബജീവിതങ്ങളിൽ, ആത്മീയ ജീവിതങ്ങളിൽ, സഭാജീവിതങ്ങളിൽ, ഔദ്യോഗിക മേഖലകളിൽ, സകല ഇടങ്ങളിലും ഇന്ന് സാർവത്രികമായി കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. ഇന്ന് സകലവും വ്യാജമയമാണ്, എല്ലാം വ്യാജം നിറഞ്ഞതാണ്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. നമുക്ക് ദൈവത്തോട് തന്നെ ചോദിക്കാം, നമ്മോട് തന്നെ ചോദിക്കാം, നാമുമായി ബന്ധപ്പെടുന്നവരോട് തന്നെ ചോദിക്കാം, എൻ്റെ സ്നേഹത്തിൻ്റെ വില എൻ്റെ ദൈവമേ അവിടുന്നിട്ടാൽ, എൻ്റെ കുടുംബാംഗങ്ങളിട്ടാൽ, എന്നെ വ്യക്തിപരമായി അറിയുന്നവരിട്ടാൽ എന്തായിരിക്കും എനിക്കിടുന്ന അളവുകോൽ? എൻ്റെ സ്നേഹത്തിൽ പതിരുണ്ടോ, വ്യാജമുണ്ടോ, അതോ ആത്മാർത്ഥതയോടാണോ ഞാൻ സംസാരിക്കുന്നതും ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടം നാം വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ഓരോ ചുവടും വെക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം കൂടിപ്പോയാൽ ഒരു 5% മാത്രമേ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇന്ന് കണ്ടുവരുന്നത്. ബാക്കിയൊക്കെ ഇന്ന് പിടിച്ചു നിൽക്കണം, ഇന്ന് എൻ്റെ കാര്യം നടക്കണമെങ്കിൽ അപ്പനും അമ്മയും ആവശ്യമാണ്. അതിനുവേണ്ടി മാത്രം മിണ്ടാതെ മിണ്ടുന്നു, സ്നേഹിക്കാതെ സ്നേഹിക്കുന്നു, ഇടപെടാതെ ഇടപെടുന്നു. ഇങ്ങനെ എന്തൊക്കെയോ ആകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ആവശ്യം നടക്കണം. അങ്ങനെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്,
കൂട്ടായ്മ കൂടുന്നുണ്ട്, ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, പള്ളിയിൽ മുടങ്ങാതെ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ദൈവത്തോട് ബന്ധം പുലർത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വരുത്തി തീർക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എത്ര പേർ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവവുമായി ബന്ധം പുലർത്തുന്നു? ഇന്ന് നാം വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. കർത്തൃമേശ കൈക്കൊള്ളുവാനായി പ്രാർത്ഥനാപൂർവം നാം തയ്യാറാവുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എത്ര പേർക്ക് പറയുവാൻ കഴിയും, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം? ഇന്ന് ഞാൻ ആരാധനയ്ക്ക് വന്നത്, കർത്തൃമേശ കൈക്കൊള്ളുന്നത് വചനം അധിഷ്ഠിതമായിട്ടുള്ളതാണ്. എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും ആരാധിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഞാൻ വന്നത്. അല്ല, ഞായറാഴ്ചയാണ്, എങ്ങനെ പോകാതിരിക്കും? പോയില്ലെങ്കിൽ ഈ ഒരാഴ്ച ബുദ്ധിമുട്ടിൻ്റെയും രോഗത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ആഴ്ചയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് ഒഴുക്കിനൊപ്പിച്ച് നീന്തുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ സ്നേഹം, നമ്മുടെ ആരാധന, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദൈവസ്നേഹം, അന്യോന്യമുള്ള ബന്ധങ്ങൾ എത്രത്തോളം നിർവ്യാജ്യമാണ്. തീയതിനെ വിട്ടുകളയുക, നല്ലതിനോട് പറ്റിച്ചേരുക. നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൽ നല്ലതിനെക്കാട്ടിലും തീയതാണ് കൂടുതൽ സ്വീകാര്യവും അഭികാമ്യവും സുലഭതയും. നമ്മൾ നല്ലത് നോക്കി പലയിടങ്ങളിൽ അലയുമ്പോൾ ലഭിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞും ആരുടെയും പിന്നാലെ പോകാതെ അവരൊരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോയാൽ തീയത് കൊള്ളുകയില്ല എന്ന് വെക്കുന്നത് വിട്ടുകളാ. നല്ലത് സ്വീകരിക്ക്. അതിന് നമ്മളൊരു തീരുമാനത്തിൽ എത്തുക. അല്ലാതെ എല്ലാം ശരിയാക്കി, എല്ലാവരെയും ശരിയാക്കി, എന്നിട്ട് പിന്നെ ഞാൻ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. നല്ലതിനോട് പറ്റിച്ചേരുവാൻ, നല്ലതിനെ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം പ്രിയമുള്ളവരെ. നമ്മുടെ സ്നേഹങ്ങൾ, വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ആത്മാർത്ഥതയുള്ളതാവട്ടെ, വ്യാജമില്ലാത്തതാവട്ടെ. നമ്മൾ ഒരാളോട് ബന്ധം പുലർത്തിയാൽ അത് ഒരിക്കലും ആ അദ്ദേഹത്തെ ചതിക്കുന്നതിനോ വഞ്ചിക്കുന്നതിനോ ആവരുത്. നിർവ്യാജമായിരിക്കണം. വളരെ ഗൗരവമായി നമ്മൾ ഓർക്കണം, നമ്മുടെ ബന്ധങ്ങളിൽ ഈ ഊഷ്മളത പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സ്നേഹവും ബന്ധവും നിർവ്യാജമാണെന്നും ആത്മാർത്ഥതയുള്ളതാണെന്നും തെളിയുന്നത് എപ്പോഴാണ്? നമ്മുടെ സഹോദരന്, കൂട്ടുകാരന്, കൂടെയുള്ള ആളിന് ഒരാപത്ത് വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം നേരിടുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു, അദ്ദേഹം ക്ഷീണത്തിലാണ്, ബുദ്ധിമുട്ടിലായി, ആ കുടുംബം, ആ വ്യക്തി പ്രയാസത്തിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാറി നിന്ന് ചിരിക്കുകയാണോ? അങ്ങനെ തന്നെ വരട്ടെ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രതീക്ഷിച്ചു എന്നുള്ള കമന്റും പറഞ്ഞ് നമ്മൾ ആളിനെ കാണുമ്പോൾ അയ്യോ എന്ന് പറയുന്നതല്ലാതെ, ഒരു വേദന വരുമ്പോൾ കൂടെ നിൽക്കുന്ന, അതാണ് യഥാർത്ഥ സ്നേഹം. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ തള്ളിക്കളയുന്നതല്ല, ചേർത്തു പിടിക്കുന്നതാണ് നിർവ്യാജ്യമായ സ്നേഹം, പതിരില്ലാത്ത സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം. ആ ഒരു സ്നേഹം ഒരു വിശ്വാസി പുലർത്തനം പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം. ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിച്ചിട്ടല്ല, കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് എന്നെ സ്നേഹിച്ചത്.
എനിക്ക് വേണ്ടി മറുവിലയായി സ്വന്തം ജീവനെ കൊടുത്തത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല. ഇന്നുവരെ ഞാൻ അതിനുവേണ്ടി ഒരു രൂപ മുടക്കിയിട്ടില്ല, ഒരു കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചിട്ടില്ല. ഇപ്പോഴും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഞാനും അറിഞ്ഞും അറിയാതെയും കർത്താവിൽ നിന്നും അന്യപ്പെടുമ്പോൾ എൻ്റെ പ്രവൃത്തി, എൻ്റെ സംസാരം, എൻ്റെ ജീവിത രീതി, എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, എൻ്റെ വികാര വിചാരങ്ങൾ, എൻ്റെ ഇടപാടുകൾ, ഇവിടെയൊക്കെ അപാകതകൾ, വീഴ്ചകൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്നെ വിട്ടിട്ട് പോകുന്നത്, അല്ല ഞാനാണ് മറ്റൊരാളെ കുറ്റം പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നത്. പക്ഷേ എന്നിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും കർത്താവ് എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കരുതിക്കൊണ്ടേയിരിക്കുകയാണ്, വേണ്ടതൊക്കെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ മടങ്ങി വരും. അതെ, ഒരു പിതാവിൻ്റെ 2 മക്കളിൽ ഇളയ മകന് നമ്മൾ മുടിയനായ പുത്രൻ എന്നുള്ള ഓമന പേര് കൊടുക്കുമ്പോൾ ആ ഇളയ മകനെ കാത്തിരുന്ന പിതാവിനെ പോലെ വിട്ടുപോകുന്ന നാൾ മുതൽ മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കുന്ന ഒരു ദൈവസ്നേഹം, ഒരു പിതൃസ്നേഹം, ഇതിൻ്റെ ഒരു 10,000-ൽ-1 നാം തിരിച്ച് കാട്ടണ്ടേ. അതുകൊണ്ട് നമ്മുടെ സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. ഞാനൊന്നും കൊടുത്തിട്ടല്ല കർത്താവ് എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്, കരുതിക്കൊണ്ടിരിക്കുന്നത്, എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. കൂട്ടുകാർ വിട്ടുകളഞ്ഞപ്പോൾ, സ്നേഹിതർ മാറി നിന്നപ്പോൾ, എന്നെ കരുതും എന്ന് കരുതിയ എൻ്റെ രക്തബന്ധങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, ഉറ്റ ചങ്ങാതിമാർ ഒക്കെ കൈയൊഴിഞ്ഞപ്പോൾ കരം തന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമ്മളൊക്കെ ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ അനുഭവങ്ങൾക്കൂടെ കടന്നു പോയിട്ടില്ലേ? ഇപ്പോഴും ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനെയുള്ള വേദനയിൽ കൂടെ പൊക്കൊണ്ടിരിക്കുകയാകാം. ദൈവമക്കളെ, ആ ഒരു യഥാർത്ഥ കരുതലും സ്നേഹവും രുചിച്ചറിഞ്ഞ നാം നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ സ്നേഹിക്കണം, നിർവ്യാജ്യമായി സ്നേഹിക്കണം. തീയതിനെയൊക്കെ വിട്ടുകളഞ്ഞിട്ട് നല്ലതിനോട് പറ്റിച്ചേർന്ന് ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാകണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നിനെ ചൊല്ലിയും പരാതിയില്ല, പ്രശ്നമില്ല, ഭാരമില്ല. കാരണം കർത്താവ് എന്നെ സ്നേഹിച്ചു, ഞാൻ അതുപോലെ സ്നേഹിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുടനീളം നമ്മെ പഠിപ്പിക്കുന്ന കാര്യവും. അതെ, നമ്മൾ നിർവ്യാജ്യമായി സ്നേഹിക്കുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് ലോകം സ്നേഹിച്ചു പോയാൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു. അവരുദ്ദേശിക്കുന്ന നിലയിൽ നമുക്ക് പ്രതിഫലം കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് അവരുടെ ഏറ്റവും വലിയ ബദ്ധശത്രുവായി നാം തീരുന്നു. ഇതിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ല എങ്കിൽ അവർ നമ്മളെ പല വിധങ്ങളിൽ ഉന്മൂലനാശം ചെയ്ത് കളയും. ഇത് സകല മേഖലകളിലും സർവ്വസാധാരണമായി കണ്ടുവരുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നാം ദിനംതോറും ദൃശ്യവാർത്താ മാധ്യമങ്ങളിൽ കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നിഷ്ഠൂരമായ സംഭവങ്ങൾ, കൊലപാതകങ്ങൾ. കൊച്ചു കുട്ടികൾ പോലും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുവാൻ ഇടയാകുന്നത്. ആത്മാർത്ഥത നഷ്ടപ്പെട്ട ഒരു ലോകം. ആകയാൽ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ. അങ്ങനെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേർന്ന് ദൈവകൃപ അനുഭവിപ്പാൻ ഈ വിശുദ്ധ ദിനം ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മൾ ഒത്തിരി ആരാധന കൂടുന്നതിലും ഒരു വർഷം എത്ര കർത്തൃമേശ കൂടിയെന്ന് കണക്കെടുക്കുന്നതിലും വലിയ ആത്മീയ കാര്യങ്ങൾ പറയുന്നതിലും ഒന്നുമല്ല കാര്യമിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടും മറ്റുള്ളവരോടും നാം കാണിക്കുന്ന ആത്മാർത്ഥത, കരുതൽ,
സ്നേഹം, ഇവയിൽ ദൈവം നമ്മെ നോക്കുമ്പോൾ ദൈവം എങ്ങനെ കണക്കിടും? അതിൽ നാം ഒരിക്കലും വീഴ്ച ഉള്ളവരായി തീരാതെ ദൈവകൃപയിൽ മുന്നേറുവാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ നാം സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി, സ്നേഹത്തിന്റെ നല്ല വക്താക്കളായി ദൈവകൃപയിൽ നിലനിൽപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടി ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അളവുകളോ പരിമിതികളോ ഒന്നുമില്ലാതെ ഞങ്ങളെ എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചത് കൊണ്ടോ ഞങ്ങൾ അങ്ങേക്ക് എന്തെങ്കിലും നൽകുന്നത് കൊണ്ടോ അല്ലല്ലോ ദിനംതോറും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത്. അതുപോലെ ഞങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ സ്നേഹം കണക്കിടുമ്പോൾ ഒരു വിധത്തിലും വ്യാജമുള്ളതാണ് എന്ന് കാണുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ ബന്ധം, ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ ഇടപാടുകൾ, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ കൂടിവരവ്, ഇവയെല്ലാം നിർവ്യാജ്യമായിട്ട് ദൈവകൃപയോടും ആത്മാർത്ഥതയോടുമുള്ളതാകണമെന്ന് പൗലോസിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും, ഇടപാടുകളും, ശുശ്രൂഷകളും, വ്യക്തിജീവിതങ്ങളും, കുടുംബജീവിതങ്ങളും, സഭാജീവിതങ്ങളും സകലതും നിർവ്യാജ്യമായിരിക്കണമെന്ന് ഞങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഇടയാകണമേ. പലപ്പോഴും ഞങ്ങൾ തീയതാണെന്നും കൊള്ളുകയില്ല എന്നും വിധി എഴുതി മാറുമ്പോൾ ഞങ്ങൾ നന്മ പലപ്പോഴും കാണാതെ പോകുന്നു. ഞങ്ങൾ തീയതിനെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നു. ആ കുറവുകൾ ക്ഷമിക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റൊരാളോട് ഇടപെടുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, കരുതുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിധത്തിലും വ്യാജം കാണിക്കുവാനിടയാകല്ലേ. ആത്മാർത്ഥതയോടെ ദൈവസ്നേഹത്തിൽ ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സ്നേഹം, നമ്മുടെ ബന്ധം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആത്മീയത, നമ്മുടെ സമസ്ത മേഖലകളും വ്യാജമില്ലാത്തതാവട്ടെ, ആത്മാർത്ഥത നിറഞ്ഞതാവട്ടെ, ദൈവകൃപയാൽ സമ്പന്നമാവട്ടെ. അങ്ങനെ ഒരു സന്തുഷ്ട ജീവിതം നയിപ്പാൻ ഇടയാവട്ടെ. അതെ, തീയതിനെയൊക്കെ വിട്ടുകളയുക, നല്ലതിനോട് പറ്റിച്ചേരുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടതായി വരികയില്ല. നാം ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും തമ്പുരാൻ അനുകൂലമാക്കും. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപകൾ കൊണ്ട് പൊതിയപ്പെട്ടെ എല്ലാ നന്മകളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.